തലശ്ശേരി അതിരൂപതയും ശാലോം ടെലിവിഷനും ചേർന്നൊരുക്കുന്ന യുക്യാറ്റ് പഠന പരമ്പരയിലേക്ക് എല്ലാ പ്രേക്ഷകരെയും ഒത്തിരി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയുടെ ഇടയനും യുവജനങ്ങളുടെ സുഹൃത്തുമായ അഭിവന്യ മാർ ജോസഫ് പാംബ്ലാനി പിതാവാണ്. പിതാവിനെ ഈ പ്രോഗ്രാമിലേക്ക് ഒത്തിരി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ചോദ്യങ്ങൾ ചോദിക്കുവാനായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയിലെ നെല്ലിക്കാമ്പോയിൽ ഫൊറോനയിലെ വിവിധ ഇടവകകളിൽ നിന്ന് വന്ന യുവജനങ്ങളാണ്. ഒത്തിരി സ്നേഹപൂർവ്വം യുവജനങ്ങളെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ നാം ചർച്ച ചെയ്തത് ദൈവപരിപാലനയെക്കുറിച്ചും സൃഷ്ടികർമ്മത്തിൽ ദൈവത്തിനുള്ള പങ്കിനെക്കുറിച്ചുമാണ്. ഈ എപ്പിസോഡിൽ നാം അതിൻ്റെ തുടർച്ചയും അതുപോലെ തന്നെ ദൈവമഹത്വത്തെക്കുറിച്ചുമാണ് കൂടുതൽ നാം ചർച്ച ചെയ്യുക. പിതാവെ, നമുക്ക് ആരംഭിക്കാം. ആരാണ് ആദ്യത്തെ ചോദ്യങ്ങൾ ചോദിക്കുന്നത്? യെസ്, അബിനാണ് ചോദ്യം ചോദിക്കുന്നത്. അബിൻ, ചോദിച്ചോളൂ. പിതാവേ, എൻ്റെ പേര് അബിൻ വടക്കേക്കര. പിതാവേ, ലോകം സൃഷ്ടിക്കപ്പെട്ടത് ദൈവമഹത്വത്തിന് വേണ്ടിയാണ് എന്നാണ് ഒന്നാം വത്തിക്കാൻ കൗൺസിലിലെ പഠനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷേ ലോകം സൃഷ്ടിക്കപ്പെട്ടത് ദൈവമഹത്വത്തിന് വേണ്ടി മാത്രമാണോ? മനുഷ്യൻ്റെ നന്മയ്ക്കും കൂടി വേണ്ടിയല്ലേ? പിതാവ് ഒന്ന് വ്യക്തമാക്കാവൂ. യെസ്, അബിൻ്റെ ചോദ്യം ശരിയായ ഉത്തരം കിട്ടണമെങ്കിൽ ദൈവത്തോട് തന്നെ ചോദിക്കേണ്ടി വരും, അല്ലേ? ദൈവം ലോകത്തെ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി മാത്രമാണ് എന്ന് പറയാൻ പറ്റുമോ? മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി കൂടിയല്ലേ എന്നാണ് ചോദ്യം. വാസ്തവത്തിൽ ദൈവത്തിന് ഈ ലോകത്തെ സൃഷ്ടിക്കേണ്ട ഒരു കാര്യമില്ല, അല്ലേ? ദൈവം തന്നിൽ തന്നെ സമ്പൂർണനാണ്. ദൈവത്തിന് യാതൊന്നും ആവശ്യമുണ്ടായിരുന്നു. പക്ഷേ അവിടുത്തെ അനന്തമായ സ്നേഹത്തിൽ നിന്ന് അവിടുന്ന് ഈ ലോകത്തെ സൃഷ്ടിച്ചു എന്നുള്ളതാണ് സത്യം. ദൈവം മനുഷ്യനോടുള്ള സ്നേഹം കൊണ്ട് മനുഷ്യനെ ഈ ഭൂമിയിൽ സൃഷ്ടിക്കുകയും അവന് അധിവാസത്തിനായി പ്രപഞ്ചം ക്രമീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് എന്താണ് ദൈവമഹത്വം എന്ന് ചോദിച്ചാൽ, പൂർണ്ണതയുള്ള മനുഷ്യനാണ് ദൈവത്തിൻ്റെ മഹത്വം എന്ന് വിശുദ്ധ ഇരണേവൂസ് പുണ്യവാളൻ പറയുന്നു. എ ലിവിങ് മാൻ ഈസ് ദ ഗ്ലോറി ഓഫ് ഗോഡ്. അതായത് സജീവനായ ഒരു മനുഷ്യനാണ് ദൈവത്തിൻ്റെ മഹത്വം. അപ്പോൾ ദൈവമഹത്വത്തിന് വേണ്ടിയാണ് അവിടുന്ന് പ്രപഞ്ചം സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞാൽ തീർച്ചയായും അത് മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയും മനുഷ്യൻ ഈ പ്രപഞ്ചത്തെ ശരിയാം വിധം ഉപയോഗിച്ച് മനുഷ്യൻ അവൻ്റെ പൂർണ്ണതയിൽ വളരുമ്പോൾ യഥാർത്ഥത്തിൽ ദൈവം മഹത്വപ്പെടുന്നു. അതുകൊണ്ട് ദൈവത്തിന് മഹത്വം നൽകണോ വേണ്ടയോ എന്നുള്ളത് മനുഷ്യൻ സ്വന്തം ജീവിതം കൊണ്ട് തീരുമാനിക്കേണ്ട കാര്യമാണ്. ഇനി ദൈവമഹത്വം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് കുറേ സ്തുതിയും പുകഴ്ചയും നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ വേണ്ടി നമ്മളെ സൃഷ്ടിച്ചു എന്നല്ല അതിൻ്റെ അർത്ഥം. മറിച്ച് ദൈവത്തിൻ്റെ ഈ സൃഷ്ടികർമ്മത്തിൽ മനുഷ്യൻ വെറും ഒരു പ്രേക്ഷകനല്ല, മറിച്ച് അവനെന്താണ്? ദൈവത്തിൻ്റെ ഈ സൃഷ്ടികർമ്മത്തിൽ ദൈവത്തോടൊത്ത് പങ്കാളിയാകുന്നവനാണ് മനുഷ്യൻ. ഒരു മനുഷ്യന് ജന്മം നൽകുന്നത്, മാതാപിതാക്കൾ മക്കൾക്ക് ജന്മം നൽകുമ്പോൾ ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ അവർ പങ്കാളിയാകും. മക്കൾ യഥാർത്ഥത്തിൽ നല്ല രീതിയിൽ ജീവിക്കുമ്പോൾ അതാരുടെ മഹത്വമാണ്? മാതാപിതാക്കളുടെ മഹത്വം. മാതാപിതാക്കൾക്ക് അത് വലിയ മഹത്വമാണ്, അല്ലേ? എൻ്റെ മകൻ ഇതാ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഇന്ത്യക്കാരിയായ ഒരമ്മ അതേക്കുറിച്ച് അഭിമാനത്തോടെ ഈയിടെ സംസാരിച്ചു. അവരുടെ മരുമകൻ ബ്രിട്ടനിൽ പ്രധാനമന്ത്രിയായി എന്ന് പറയുന്നു, അല്ലേ? നമ്മൾ മനസ്സിലാക്കേണ്ടത്, മക്കൾ വളരുമ്പോൾ നല്ല രീതിയിൽ ജീവിക്കുമ്പോൾ അത് മാതാപിതാക്കൾക്ക് മഹത്വമാണ്. അതുതന്നെയാണ് ദൈവത്തെക്കുറിച്ചും പറയാൻ പറ്റും. ദൈവത്തിന് മഹത്വം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കൂടെ ഇങ്ങനെ കൈകൊട്ടിപ്പാടി സ്തുതിച്ച് ദൈവത്തെ നിരന്തരമായി ഇങ്ങനെ ആനന്ദിപ്പിച്ചുകൊണ്ടിരിക്കണം എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് നമ്മെ ദൈവം ഭരമേൽപ്പിച്ച ദൗത്യങ്ങൾ കൃത്യതയോടെ നിർവഹിച്ച് നാം നമ്മുടെ ലക്ഷ്യത്തിലെത്തുമ്പോൾ ദൈവമാണ് മഹത്വപ്പെടുന്നത്. നിങ്ങൾ ചെറുപ്പക്കാരായ നിങ്ങൾ നല്ല രീതിയിൽ ജീവിക്കുകയും മയക്കുമരുന്നോ മദ്യമോ ഉപയോഗിക്കാതെ
വിശുദ്ധമായ ജീവിതം നയിക്കുമ്പോൾ, നിങ്ങൾ പരീക്ഷകളിൽ നല്ല വിജയം നേടുമ്പോൾ ദൈവം മഹത്വപ്പെടുകയാണ്. നിങ്ങൾ യഥാസമയം ജീവിതാന്തസ്സിലേക്ക് പ്രവേശിച്ച് വിശ്വസ്തയോടെ കുടുംബജീവിതം നയിക്കുമ്പോൾ അവിടെ ദൈവം മഹത്വപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ദൈവമഹത്വവും മനുഷ്യൻ്റെ നന്മയും രണ്ടും രണ്ട് കാര്യങ്ങളല്ല. മനുഷ്യൻ്റെ നന്മയാണ് ദൈവമഹത്വത്തിന് ആധാരമായി ദൈവം പ്രതീക്ഷിക്കുന്നത് എന്ന സത്യം. അബിൻ ചോദിച്ച ചോദ്യത്തിന് പിതാവ് വളരെ വ്യക്തമായിട്ട് മറുപടി നൽകി എന്നാണ് വിശ്വസിക്കുക. തീർച്ചയായും നന്ദി പിതാവേ. താങ്ക് യു അബിൻ. ആരാണ് അടുത്ത ചോദ്യം ചോദിക്കുന്നത്? അജയ് ആണ് അടുത്ത ചോദ്യം ചോദിക്കുന്നത്. അജയ് ചോദിച്ചോളൂ. പിതാവേ, എൻ്റെ പേര് അജയ്. എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്: ദൈവം നിഗൂഢമായ രീതിയിലാണ് എൻ്റെ ജീവിതത്തെ നയിക്കുന്നത് എന്ന് യൂക്യാറ്റ് 49 അധ്യായത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. പിതാവേ, ദൈവത്തിന് മനുഷ്യനെ നയിക്കുന്നതിൽ ഒരു നിഗൂഢതയുടെ ആവശ്യമുണ്ടോ? യെസ്, അജയ് അല്ലേ? അജയ് ചോദിക്കുന്നത് ഈ നേരെ വാ നേരെ പോകുമെന്ന് പറഞ്ഞാൽ പോലെ ദൈവം എന്തിനാണ് ഇങ്ങനെ ഈ ഗൂഢമായി ചെയ്യുന്നതെന്നും നമുക്ക് യുവജനങ്ങൾക്ക് താല്പര്യമുള്ള കാര്യമല്ല, അല്ലേ? എന്താണെങ്കിലും സുതാര്യമായിട്ട് ചെയ്യണം. ദൈവം എന്തിനാണ് ഈ ഗൂഢമായി ചെയ്യുന്നത്? വാസ്തവത്തിൽ അത് മലയാളം വിവർത്തനത്തിൽ വന്ന ഒരു വിഷയമാണ്. ഈ നിഗൂഢമായി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ മിസ്റ്റീരിയസ് ആയി എന്നാണ് അതിൻ്റെ അർത്ഥം. മിസ്റ്ററി, രഹസ്യാത്മകമായി എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്, ഇപ്പം കൂദാശ ഒരു രഹസ്യമാണ്. എന്തുകൊണ്ടാണ് വിശുദ്ധ കുർബാനയെ ഒരു രഹസ്യം എന്ന് വിശേഷിപ്പിക്കുക? വിശുദ്ധ കുർബാനയിൽ ഈശോ എഴുന്നള്ളി വരുന്നു, നമ്മളത് കാണുന്നൊന്നുമില്ല, അല്ലേ? ഈശോ പരിശുദ്ധ കുർബാനയിൽ സമർപ്പിക്കപ്പെട്ട അപ്പത്തിലേക്കും വീഞ്ഞിലേക്കും ഈശോ എഴുന്നള്ളി വരുന്നത് നമ്മൾ കാണുന്നില്ല. പക്ഷേ സത്യമായും ഈശോ അൾത്താരയിൽ വരികയും ആ അപ്പത്തെയും വീഞ്ഞിനെയും തൻ്റെ തിരുശരീര രക്തങ്ങളാക്കി മാറ്റുകയും ചെയ്യുന്നു. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ അതൊരു ദൈവീക രഹസ്യമാണ് എന്ന് നമ്മൾ പറയുന്നു. അതുകൊണ്ട് രഹസ്യം എന്ന് പറയുമ്പോൾ പ്രത്യക്ഷത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് ആലോചിച്ച് കണ്ടെത്താവുന്ന, മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് കൃത്യമായി ആലോചിച്ച് കണ്ടെത്താവുന്നതോ അഥവാ അവൻ്റെ ബുദ്ധി കൊണ്ട് വിശദീകരിക്കാവുന്നതോ ആയ ഒരു കാര്യമല്ല ദൈവപരിപാലന എന്നാണ്. ദൈവം പരിപാലിക്കുന്നു, അത് നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല ദൈവം പരിപാലിക്കുന്നു. നമ്മുടെ ചിന്തയിൽ പെടാത്ത കാര്യങ്ങൾ ദൈവത്തിൻ്റെ ചിന്തയിലുണ്ട്. നമ്മൾ അതിപ്രധാനമെന്ന് കരുതുന്ന പലതും ദൈവത്തെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതല്ല. നമ്മൾ പിടിവാശിയോട് ദൈവത്തോട് ചോദിക്കുന്നത് ചിലപ്പം ദൈവം ചെയ്തു തരികയെന്ന് വരികയാണ്. അത് നിഗൂഢമാണ് ദൈവത്തിൻ്റെ ആ ഒരു നിലപാട്. നമുക്കത് മനസ്സിലാക്കാൻ പറ്റിയത്. ഇപ്പോൾ അജയ് ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക. അജയ്ക്ക് അങ്ങനെയൊന്നും ഉണ്ടാവണമെന്നില്ല, അല്ലേ? അജയ് ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക. അവളെ വിവാഹം കഴിക്കണമെന്ന് അജയ് വളരെയേറെ ആഗ്രഹിക്കും. പക്ഷേ എല്ലായിടത്തു നിന്നും എതിർപ്പ്, വീട്ടിൽ നിന്ന് എതിർപ്പ്, നാട്ടുകാരെതിർപ്പ് എല്ലാം കഴിഞ്ഞ് പെങ്കൊച്ച് തേച്ചേച്ചും പോയി എന്ന് വിചാരിക്കുക. അങ്ങനെയാണ് നിങ്ങൾ പറയുന്നത്, അല്ലേ? ഇതെല്ലാം കഴിയുമ്പോൾ അജയ് ആകെ മനസ്സ് വേദനിക്കും. എന്നാലും ദൈവമേ, ഇതുകൂടെ ഒരു ചതി എനിക്ക് വന്നല്ലോ, നിൻ്റെ പരിപാലന എന്നതാണ്. ശരിക്കും ദൈവം ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അജയ്. അതായത് അവളല്ല നിനക്ക് വേണ്ടി ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ളൂ. അവളുമായുള്ള നിൻ്റെ വിവാഹ ജീവിതം ശരിയായില്ല എന്ന് ദൈവത്തിനറിയാവുന്നത് കൊണ്ട് ദൈവം പല വഴികളിലൂടെ അത് മാറ്റിവിട്ടു. നമുക്ക് ഇപ്പോൾ അത് വലിയ ദുഃഖത്തിന് കാരണമായി, സങ്കടത്തിന് കാരണമായി എന്നൊക്കെയുള്ളത് സത്യമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ദൈവം ചെയ്തത്. റോമാലേഖനം 8-ാം അധ്യായം 28-ാം വാചകത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുമെന്ന് നമുക്കറിയാമല്ലോ എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. അതുകൊണ്ട് നിഗൂഢമാണ് എന്ന് പറയുന്നതിൻ്റെ ഒന്നാമത്തെ അർത്ഥം അത് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കാത്തൊരു കാര്യമാണ്. രണ്ടാമതായി, ദൈവത്തിൻ്റെ അനന്തബുദ്ധിയിൽ
ഇപ്പോൾ നമുക്ക് ദുർഗ്രഹമായി തോന്നുന്ന അല്ലെങ്കിൽ അങ്ങേയറ്റം ദുഃഖകരമായി തോന്നുന്ന കാര്യങ്ങളെ ദൈവം ഭാവിയിൽ നന്മയായി കൃപയാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ദൈവം പരിപാലിച്ചില്ല, ദൈവം ഇതിലേ പോയി, എന്തിനാണ് ഇങ്ങനെ ഒരു ദൈവത്തെ വിശ്വസിക്കുന്നത് എന്നൊക്കെ നമുക്ക് ചോദിക്കാൻ, ദേഷ്യപ്പെടാൻ തോന്നുന്ന പല സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഉണ്ടാകും. പക്ഷേ അജയുടെ ജീവിതത്തിൽ തന്നെ കുറേ കഴിയുമ്പോൾ അജയ്ക്ക് മനസ്സിലാവും, യെസ്, അന്ന് അങ്ങനെ സംഭവിച്ചത് ദൈവപരിപാലനയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് ഈ നിഗൂഢമായ പദ്ധതി. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ ഒരു വണ്ടിയെ കയറാൻ വേണ്ടി ഓടി കതച്ചെത്തി, നമ്മൾ എത്തുന്നതിന് മുമ്പ് വണ്ടി വിട്ടുപോയി. കുറേ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ആ വാർത്ത അറിയുന്നത്, ആ വണ്ടി വഴിക്കൊരു അപകടത്തിൽപ്പെട്ടു എന്ന് നമ്മൾ അറിയും. അയ്യോ ഭാഗ്യം, അത് വണ്ടി കിട്ടാഞ്ഞത് നന്നായി എന്ന് നമ്മൾ അന്നേരം ചിന്തിക്കും. ഈ രണ്ട് സംഭവങ്ങളും തൊട്ടടുത്തടുത്ത് സംഭവിച്ചതുകൊണ്ട് അതിനെ ചേർത്ത് വായിക്കാൻ നമുക്ക് കഴിയും. പക്ഷേ ഇപ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ദുഃഖത്തിന് ദൈവം പ്രതിഫലം കാത്തു വച്ചിരിക്കുന്നത് ചിലപ്പോൾ 40 കൊല്ലം കഴിഞ്ഞായിരിക്കും. അതിനെ തമ്മിൽ ചേർത്ത് വായിക്കാൻ നമ്മുടെ ബുദ്ധിക്ക് പറ്റാണ്ട് വരും. അതുകൊണ്ടാണ് ദൈവീക പരിപാലന നമുക്ക് നിഗൂഢമായി അനുഭവപ്പെടുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. കാരണം പരിപാലിക്കുന്നവൻ ദൈവമാണ്, അവൻ്റെ വഴികൾ വ്യത്യസ്തമാണ്. ജെറമ്യാ പ്രവാചകനിലൂടെ പറഞ്ഞതുപോലെ, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നു നിൽക്കുന്നത് പോലെ എൻ്റെ ചിന്തകൾ എപ്പോഴും നിൻ്റെ ചിന്തകൾക്കും മീതെ ഉയർന്നു നിൽക്കും. നമ്മുടെ ചിന്തകൾ താൽക്കാലികവും കേവലമായ ഭൗതികമായ നേട്ടങ്ങൾ ലക്ഷ്യമാക്കിയുമുള്ളതാണ്. പക്ഷേ ദൈവത്തിൻ്റെ ചിന്തകളാകട്ടെ നമ്മുടെ നിത്യരക്ഷയെ ലക്ഷ്യമാക്കിയാണ് എന്നുകൂടി മനസ്സിലാക്കുമ്പോഴാണ് ദൈവീക പദ്ധതിയുടെ നിഗൂഢത എന്ന് പറയുന്നതിൻ്റെ പൊരുള് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യെസ്, അജയുടെ ചോദ്യത്തിന് പിതാവ് വളരെ വ്യക്തമായിട്ട് ഉദാഹരണങ്ങൾ സഹിതം നൽകി. അത് പൂർണ്ണമായിട്ടുണ്ട് എന്നാണ് വിശ്വസിക്കുക. തീർച്ചയായും അജയ്ക്ക് ഇങ്ങനെ വല്ല അനുഭവങ്ങളുണ്ടോ? ഉണ്ട്. ഉണ്ട്. യെസ്. ആരാണ് അടുത്ത ചോദ്യം ചോദിക്കുന്നത്? പിതാവേ, എൻ്റെ പേര് അഖിൽ. എനിക്ക് ചോദിക്കാനുള്ളത്, ദൈവം വഴി നടത്തുന്നു എന്നതാണല്ലോ ദൈവപരിപാലനം. അപ്പോൾ മനുഷ്യൻ്റെ ചിന്തകൾക്കും ഇഷ്ടങ്ങൾക്കും എന്ത് പ്രാധാന്യമാണുള്ളത് എന്നൊന്ന് വ്യക്തമാക്കി തരാമോ? യെസ്, അതായത് മനുഷ്യൻ അവൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് നീങ്ങുമ്പോൾ മനുഷ്യൻ്റെ ചിന്തയും ദൈവിക ചിന്തയും ഒന്നാകുന്നു എന്നുള്ളതാണ് സത്യം. നാം എപ്പോൾ ദൈവിക ചിന്തയിൽ നിന്ന് വഴിമാറി നടക്കുന്നു, അപ്പോഴാണ് നമുക്ക് വഴിതെറ്റുന്നത്, നമ്മൾ പാപത്തിൽ വീഴുന്നത്, നാശത്തിലേക്ക് വീഴുന്നു. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ വിശ്വസ്തയോടെ ജീവിക്കാൻ തീരുമാനിക്കുന്നു, യാതൊരു വിധത്തിലുള്ള മയക്കുമരുന്നും ഉപയോഗിക്കുകയില്ല എന്ന് അഖിൽ തീരുമാനമെടുത്തു. അഖിലിൻ്റെ കൂട്ടുകാരൻ പറയുകയാണ്, നമുക്ക് കുറേശ്ശെ കഴിക്കാടാ, ഇത് കഴിച്ചാൽ വളരെ സന്തോഷമാണ്, വളരെ ഉണർവുണ്ടാകും, നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങൾ പോലും സാധിച്ചു കിട്ടും എന്നൊക്കെ പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ച് അഖിൽ എന്ത് ചെയ്തു? എന്നാൽ ഒന്ന് പരീക്ഷിച്ച് നോക്കിയേക്കാം എന്ന് വിചാരിക്കും. അങ്ങനെ അഖിലൊരിക്കലും ചെയ്യില്ല എന്നെനിക്കറിയാം. നീ വളരെ ഒരു ജെൻറ്റിൽമാനാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഈ മയക്കുമരുന്ന് കഴിക്കുമ്പോൾ സത്യത്തിൽ നമ്മൾ നമ്മുടെ സ്വാതന്ത്ര്യം ഉപയോഗിച്ചാണ് ചെയ്തത്, നമ്മുടെ ഇഷ്ടമാണ്, നമ്മുടെ താല്പര്യമാണ് നമ്മൾ ചെയ്തത് എന്ന് വിചാരിക്കുക. പക്ഷേ യഥാർത്ഥത്തിൽ ആ താല്പര്യം നമ്മളെ നശിപ്പിക്കാൻ പോരുന്ന താല്പര്യമാണ്, ഇല്ലേ? നാം ഓരോരുത്തരെയും കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട് എന്നും ആ പദ്ധതി നമ്മുടെ നാശത്തിന് വേണ്ടിയല്ല, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണ് എന്നുമുള്ള ഉത്തമ ബോധ്യം നമുക്കുണ്ടായി കഴിയുമ്പോൾ നമുക്ക് ഉറച്ച് വിശ്വസിക്കാൻ പറ്റും, ദൈവം യഥാർത്ഥത്തിൽ നമ്മെ വഴി നടത്തുന്നത് അവിടുത്തെ തിരുഹിതമനുസരിച്ചാണ്. ആ ദൈവഹിതപ്രകാരമുള്ള വഴി നടത്തിപ്പ് എന്ന് പറയുന്നത്, അഥവാ പരിപാലന എന്ന് പറയുന്നത്, ഒരു വിധത്തിലും നമ്മുടെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുകയല്ല ചെയ്യുന്നത്. നമ്മൾ യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് ദൈവഹിതപ്രകാരം ജീവിക്കുമ്പോഴാണ്. അല്ല എങ്കിൽ താൽക്കാലിക സന്തോഷങ്ങളുണ്ടാകും,
ആ താൽക്കാലിക സന്തോഷങ്ങൾ നമ്മളെ നിത്യമായ അടിമത്തത്തിലേക്കും ദുരന്തങ്ങളിലേക്കും നയിക്കും. ഇപ്പോൾ കുടുംബജീവിതം നയിക്കുന്ന ഒരു വ്യക്തി, അഖില് കല്യാണം കഴിച്ച ആളാണെന്ന് എനിക്കറിയാം, കണ്ടാൽ അങ്ങനെ ആരും പറയുകയില്ല എങ്കിൽ പോലും അഖിലിനെ പോലെ കുടുംബജീവിതം നയിക്കുന്ന വ്യക്തികൾ തൻ്റെ ജീവിത പങ്കാളിയോടുള്ള വിശ്വസ്തതയിൽ അവർ ജീവിക്കുമ്പോൾ അവരുടെ കുടുംബം സ്വസ്ഥമാണ്, സ്വതന്ത്രമാണ്, സന്തോഷപ്രദമാണ്. അതേസമയം ദമ്പതികളുടെ ഇടയിൽ അവിശ്വസ്തത കടന്നു വരികയും അവർ പരസ്പരം കബളിപ്പിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുന്നവരാകുമ്പോൾ താൽക്കാലികമായ ചില ഇഷ്ടങ്ങളൊക്കെ അവർക്ക് നടത്തി കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ അതോടെ അവരുടെ കുടുംബം എന്നേക്കുമായി സ്വസ്ഥതയില്ലാതെ സമാധാനമായി ഇല്ലാത്ത അവസ്ഥയിലേക്ക് മാറുന്നു, ഇല്ലയോ? യഥാർത്ഥത്തിൽ അഖിലെ ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, നമ്മൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരായി ജീവിക്കുന്നത് എപ്പോഴാണ്? ദൈവഹിതപ്രകാരം ജീവിക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ യുവജനങ്ങളോട് ക്രിസ്തുസ് വിവിത്തിൽ പറഞ്ഞു, അല്ലയോ യുവജനങ്ങളെ, നിങ്ങൾ തേടുന്ന സന്തോഷത്തിൻ്റെ പേരാണ് കർത്താവായ ഈശോ മിശിഹ എന്ന്. നമ്മൾ വിചാരിക്കും നമ്മളുടെ സന്തോഷത്തിന് വേണ്ടി മദ്യം കഴിച്ചാൽ മതി, മയക്കുമരുന്ന് കഴിച്ചാൽ മതി, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തെറ്റായ കാര്യങ്ങൾ ചെയ്ത് നമുക്ക് സന്തോഷിക്കാൻ പറ്റും എന്നാണ് നമ്മുടെ വിചാരം. പക്ഷേ നമ്മൾ തേടി നടക്കുന്ന സന്തോഷം വാസ്തവത്തിൽ ഇതൊന്നുമല്ല. അതുകൊണ്ടാണ് ഇതൊന്നും ചെയ്തിട്ട് നമുക്ക് യഥാർത്ഥ സന്തോഷം കിട്ടാത്തത്. നമ്മൾ തേടി നടക്കുന്ന യഥാർത്ഥ സന്തോഷത്തിൻ്റെ പേര് കർത്താവായ ഈശോ മിശിഹ എന്നാണ് എന്ന് ഫ്രാൻസിസ് പാപ്പ പറയുന്നത് വളരെ ആഴമുള്ളൊരു ചിന്തയാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവപരിപാലന അനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നവരല്ല, യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിക്കുന്നവരാണ് എന്ന സത്യം ഓർക്കും. അഖിലിന് പൂർണ്ണമായൊരു ഉത്തരം ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു. ലഭിച്ചു പിതാവേ, നന്ദി. അഭിനന്ദി പിതാവേ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ ദൈവപരിപാലനയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ചിലപ്പോഴെങ്കിലും ഒരു പൂർണ്ണമായ ഉത്തരം നമുക്ക് ലഭിക്കാതെ വരുന്നുണ്ട്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഈ അടുത്ത കാലത്ത് നമ്മളെ കണ്ണീരിലാഴ്ത്തിയ ഒരു വലിയൊരു സംഭവമുണ്ട്. വയനാട്ടിൽ ഒരു വാഹനാപകടത്തിൽ 3 യുവജനങ്ങൾ മരണപ്പെടുകയുണ്ടായി. ഇത്തരത്തിലുള്ള ആകസ്മികമായ ആക്സിഡൻറ്റുകൾ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് ഈ കാലഘട്ടത്തിൽ ഈ ദൈവപരിപാലനയെ നമ്മൾ മനസ്സിലാക്കുവാൻ സാധിക്കുക? അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു ചോദ്യമാണ്. അതിന് ഉത്തരം പറയാൻ, പ്രത്യേകിച്ച് ഒരു കോൺക്രീറ്റ് കേസ് എടുത്തുകൊണ്ട് അതിൻ്റെ ദൈവപരിപാലനയെക്കുറിച്ച് ചോദിച്ചാൽ നമുക്ക് ഉത്തരം പറയാൻ വളരെ ദുഷ്കരമാണ്. എങ്കിലും നമുക്കതിനെ മനസ്സിലാക്കാൻ വിശ്വാസത്തിൻ്റെ ദൃഷ്ടിയിൽ പറ്റും എന്നുള്ളതാണ് സത്യം. അതായത് മനുഷ്യൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ്? ദൈവം എന്തിനു വേണ്ടി നമ്മെ സൃഷ്ടിച്ചു എന്ന് ചോദിച്ചാൽ അതിന് ഒരേ ഒരു ഉത്തരവേ ഉള്ളൂ: തന്നെ അറിഞ്ഞ് സ്നേഹിച്ച് തൻ്റെ പ്രമാണങ്ങൾ കാത്ത് ദൈവസന്നിധിയിൽ എത്താൻ വേണ്ടിയാണ് നമ്മളെ ദൈവം സൃഷ്ടിച്ചത്. ലളിതമായി പറഞ്ഞാൽ സ്വർഗത്തിലെത്തുക എന്നത് മാത്രമാണ് മനുഷ്യൻ്റെ പരമമായ ലക്ഷ്യം. ആ പരമമായ ലക്ഷ്യം ഒരാൾ നേടിയെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതം സഫലമായ ജീവിതമാണ്, അർത്ഥപൂർണമായ ജീവിതം. അതേസമയം ഈ ഭൂമിയിൽ അവർ കുറേ കാലം ജീവിച്ചു, എല്ലാത്തരം നേട്ടങ്ങളും സന്തോഷങ്ങളും അനുഭവിച്ചു, എന്നിട്ട് ആത്മാവിനെ നഷ്ടമാക്കി നരകത്തിൽ നിവദിച്ചാൽ ആ വ്യക്തിയുടെ ജീവിതം ഫലശൂന്യമായ ജീവിതം അല്ലേ? ഈ ഭൂമിയിലെ ഏതാനും വർഷങ്ങൾ കൂടി നീളുന്ന ഒരു ജീവിതത്തിൽ നമുക്ക് കുറവ് വന്നു എന്നതിൻ്റെ പേരിൽ ഒരിക്കലും ദൈവം നമ്മളെ കൈവിട്ടു എന്ന് നമുക്ക് ചിന്തിക്കാനാവില്ല. വിശ്വാസം വഴി ചിന്തിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്നു, യഥാർത്ഥത്തിൽ ദൈവപരിപാലന എന്ന് പറയുന്നത് മനുഷ്യനെ സ്വർഗത്തിലെത്തിക്കുന്നതിന് വേണ്ടി. ആ പരിപാലന ഈ പറഞ്ഞ സംഭവത്തിലും ഉണ്ട് എന്നെനിക്ക് ഉറപ്പുണ്ട്. ഞാൻ ഇവരുടെ മൃതസംസ്കാര ശുശ്രൂഷകളിൽ പങ്കെടുത്തു. ഇതിലൊരാളുടെ വീട്ടിലെ മൃതസംസ്കാര ശുശ്രൂഷയിൽ ആ അമ്മ എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞ് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. എൻ്റെ മകനെ ദൈവം എനിക്ക് തന്നു, ദൈവം തിരിച്ചെടുത്തു, എനിക്കതിൽ പരാതിയില്ല പിതാവേ.
അവൻ സ്വർഗത്തിലിരുന്നു കൊണ്ട് ഈ ഭൂമിയിൽ ഞങ്ങളെ സഹായിച്ചതിനേക്കാളും കൂടുതൽ സഹായിക്കും എന്ന് അമ്മ പറഞ്ഞത് ഇപ്പോഴും എൻ്റെ ചെവിയിലുണ്ട്. ശരിക്കും അതാണ് വിശ്വാസം എന്ന് പറയും. ഒരു സഹനത്തെ ദൈവം തരുമ്പോൾ ആ സഹനത്തെ വിശ്വാസം കൊണ്ട് അതിജീവിക്കാൻ പോരുന്ന വലിയ കൃപയും കൂടി ദൈവം അവർക്ക് നൽകും. അതുപോലെ തന്നെ അപകടത്തിൽ ഒരു കുഞ്ഞ് വളരെ ഗുരുതരമായി പരിക്കേറ്റ് കഴിഞ്ഞു. അപ്പോൾ ആ കുഞ്ഞിനെ സഹായിക്കാൻ വേണ്ടി ഒരു നാട് മുഴുവനും സജീവമായി ഉണർന്നെഴുന്നേറ്റത് നമ്മൾ കാണും. അതും ഒരു ദൈവപരിപാലനയാണ്. ദൈവം അനേകരുടെ ഹൃദയങ്ങളെ പ്രചോദിപ്പിച്ച് ആ കുഞ്ഞിൻ്റെ ചികിത്സയ്ക്ക് ആവശ്യമായ ഭീമമായ തുക മുഴുവനും സമാഹരിക്കാൻ ഏതാനും ദിവസങ്ങൾ കൊണ്ട് നമ്മുടെ നാട്ടിലെ മനുഷ്യർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെയും വാസ്തവത്തിൽ നമ്മുടെ ഉള്ളിലെ നന്മയെ ഉണർത്താൻ ദൈവം ഉപയോഗിക്കുന്ന അവസരങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വളരെ ദാരുണമായ സംഭവങ്ങൾ, വേദനകൾ നടക്കുമ്പോൾ നമ്മൾ ദൈവപരിപാലനയെ പെട്ടെന്ന് സംശയിച്ചു പോകാം. പക്ഷേ യഥാർത്ഥത്തിൽ ആ പ്രവർത്തനങ്ങളിലൂടെയും ദൈവം നമ്മെ പരിപാലിക്കുകയാണ്. കാരണം ദൈവം നമ്മളോട് ഒരന്യായവും ചെയ്തിട്ടില്ല. അവിടുന്ന് നമ്മളെ സ്വർഗത്തിലെത്തിക്കും എന്നത് മാത്രമേ ഉറപ്പായി പറഞ്ഞ കാര്യമുള്ളൂ. സ്വർഗത്തിലെത്തുന്നുവെങ്കിൽ ഏത് പ്രായത്തിൽ മരിച്ചാലും അത് ഭാഗ്യമരണമാണ്, അല്ലേ? സ്വർഗത്തിലെത്തുവോ ഇല്ലയോ, എനിക്ക് ഉറപ്പുണ്ട് ആ മക്കൾ സ്വർഗത്തിൻ്റെ വഴിയിൽ യാത്ര ചെയ്ത് സ്വർഗത്തിലെത്തിച്ചേർന്നു. അതുകൊണ്ട് ദൈവം അവരോട് എന്തെങ്കിലും അന്യായം ചെയ്തു എന്ന വിശ്വാസം വഴി ഞാൻ ചിന്തിക്കുന്നില്ല. മറിച്ച് അവരുടെ മാതാപിതാക്കൾക്ക് വലിയ ദുഃഖമുണ്ട്, സഹോദരങ്ങൾക്ക് ദുഃഖമുണ്ട്, അവരെ സ്നേഹിക്കുന്നവർക്ക് ദുഃഖമുണ്ട്. അവരുടെ മരണത്തിൽ എനിക്കും വ്യക്തിപരമായി ദുഃഖമുണ്ട്. അവരൊക്കെ അത്രയും നല്ല കുഞ്ഞുങ്ങളായിരുന്നു, നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ടവരായിരുന്നു. അവരെ നഷ്ടപ്പെട്ടതിൽ നമുക്ക് മാനുഷികമായി ദുഃഖമുണ്ട്, അത് ശരിയാണ്. പക്ഷേ ആത്യന്തികമായി അവർ ദൈവസന്നിധിയിലെത്തി എന്നുള്ളതിൽ നമ്മൾ സന്തോഷിക്കണം. അതാണ് മനുഷ്യൻ്റെ പരമമായ ലക്ഷ്യം. ഈ ഭൂമി കൊണ്ട് തീരുന്ന ഒരു ജീവിതമായിരുന്നു നമ്മുടേത് എങ്കിൽ ഈ പറഞ്ഞതൊക്കെ ശരിയാ, എല്ലാം നഷ്ടമാണ്, ദുഃഖകരമാണ്. പക്ഷേ നിത്യതയോളം നീളുന്ന ഒരു ജീവിതത്തെയാണ് നാം വിശ്വാസം വഴി മുന്നിൽ കാണുന്നത് എങ്കിൽ ഇതൊന്നും നഷ്ടമല്ല. മരിച്ചു പോയി എന്നൊക്കെ നമ്മൾ പറയും, അല്ലേ? യഥാർത്ഥത്തിൽ മരിച്ചവരെങ്ങോട്ടാണ് പോയത്? വിശ്വാസം വഴി അവരെങ്ങോട്ടും പോയില്ല. അവർ സ്വർഗത്തിലെ വിജയസഭയിലെ അംഗങ്ങളായി, അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തിലെ സഹനസഭയിലെ അംഗങ്ങളായി, പരിശുദ്ധ കത്തോലിക്ക സഭയിൽ പുണ്യവാന്മാരുടെ കൂട്ടായ്മയിൽ അവർ ജീവിതം തുടരുകയാണ്. മിശിഹായുടെ രണ്ടാമത്തെ ആഗമന നാളിൽ നാം എല്ലാവരും വീണ്ടും കൂട്ടായ്മയുടെ വലിയ സന്തോഷം അനുഭവിക്കാനുള്ളവരാണ്. ആ ഒരർത്ഥത്തിൽ വിശ്വാസം നമുക്ക് തരുന്നൊരു പ്രത്യാശയുണ്ട്. ആ പ്രത്യാശയാണ് ഈ ദൈവപരിപാലനയിൽ നാം നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കേണ്ടത്. ദൈവപരിപാലന വഴിയാണ് ഈ സഹനത്തിൻ്റെ തീവ്രതമമായ നിമിഷങ്ങളെ അതിജീവിക്കാൻ അതുമായി ബന്ധപ്പെട്ടവർക്ക് കഴിയുന്നത് എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം. ഒത്തിരി നന്ദി പിതാവേ. ദൈവപരിപാലനയെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുവാനും അത് എപ്രകാരമാണ് എന്ന് വ്യക്തമായിട്ട് പിതാവിൻ്റെ ഉത്തരത്തിലൂടെ ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായി. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുമ്പോൾ ദൈവപരിപാലനയെക്കുറിച്ചും ദൈവമഹത്വത്തെക്കുറിച്ചുമാണ് നമ്മൾ ഈ എപ്പിസോഡിൽ കൂടുതൽ ചർച്ച ചെയ്തത്. അഭിമന്യ പിതാവിന് ഒത്തിരി സ്നേഹപൂർവ്വം ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി പറയുന്നു. ഈ ചർച്ചയിൽ ചോദ്യങ്ങൾ ചോദിച്ച് ഏറെ സജീവമാക്കിയ നെല്ലിക്കാമ്പോയിൽ ഫൊറോനയിലെ എല്ലാ യുവജനങ്ങൾക്കും ഒത്തിരി സ്നേഹപൂർവ്വം നന്ദി പറയുന്നു. വീണ്ടും നല്ല ചോദ്യങ്ങളും ഉത്തരങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് പുതിയൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി.